വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഹെയർ ബാൻഡാണ് കേട്ടോ. ഇതിന് വേണ്ടി എടുത്തിരിക്കുന്നത് ഗ്രീൻ ബീഡ്സ് വേണം, നമ്മുടെ മെറ്റാലിക് വയർ വേണം, ഒപ്പം നമ്മുടെ ഐസിങ് ഫ്ലവറാണ് മെയിനായിട്ട് വേണ്ടത്. നമ്മൾ കുറച്ച് നീളത്തിൽ, ഒത്തിരി ലെങ്ത് വേണ്ട, കുറച്ച് നീളത്തിൽ എന്താ പറയുക, നമ്മുടെ മെറ്റാലിക് വയർ കട്ട് ചെയ്യുക. അതിലേക്ക് 5-6 ബീഡ്സ്. ഞാനിപ്പോൾ നമ്മുടെ ബീഡ്സിൻ്റെ വലിപ്പം അനുസരിച്ചിരിക്കും. ഒത്തിരി വലുതാണെങ്കിൽ 3 മതി, അല്ലെങ്കിൽ ഒരു 5 or 6. നമുക്ക് സെൻറ്ററിലൊരു സ്റ്റോൺ കൊടുക്കണം. അതിന് വേണ്ടി കറക്റ്റായിട്ടുള്ള ബീഡ്സ് ഞാനിവിടെ 5 ബീഡ്സ് എടുത്തു, അല്ലെങ്കിൽ 6, ഏതായാലും കുഴപ്പമില്ല. എടുക്കുക, ഇടുക, അങ്ങനെ ട്വിസ്റ്റ് ചെയ്യുക, സെൻറ്ററിലേക്ക് കൊടുക്കുക, ട്വിസ്റ്റ് ചെയ്യുക. ഇങ്ങനെ ഒരു 3-4 പ്രാവശ്യം ട്വിസ്റ്റ് ചെയ്യുമ്പോഴേക്കും അതങ്ങ് നല്ല ടൈറ്റ് ആയിട്ടിരിക്കും. അതിനുശേഷം നമ്മൾ 2 സൈഡിലും ഓരോ ബീഡ്സും കൊടുക്കും കേട്ടോ. ഇതുപോലെ ഞാനിപ്പോൾ 3mm ആണ് എടുത്തിരിക്കുന്നത്. 4mm ആകുമ്പോൾ വയറാണെങ്കിൽ ഏറ്റവും നല്ലത്. ഞാൻ ഗ്രീൻ, എന്നിട്ട് സൈഡിലേക്ക് 2 വൈറ്റാണ് കൊടുക്കുന്നത്. 2 വൈറ്റ് ബീഡ്സ് സൈഡിലേക്ക് ഓരോ വൈറ്റ്. ഇത് ശരിക്കും പറഞ്ഞൊരു കസ്റ്റമൈസേഷൻ ആയിരുന്നു കേട്ടോ. സൈഡിലേക്ക് ഓരോ വൈറ്റ് ബീഡ്സ് കൊടുക്കുകയാണ്, കണ്ടല്ലോ. ഇനി ഓപ്പോസിറ്റ് സൈഡിൽ, കാരണം നമ്മളിങ്ങനെ സെൻറ്ററിലേക്ക് മടക്കി എടുക്കുമ്പോൾ 2 വയർ വരുമല്ലോ, അതാ. ഇനി അടുത്ത ഓപ്പോസിറ്റിലേക്ക് ഒരു വൈറ്റ്. വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ. നമുക്ക് ഒരുപാട് അങ്ങ് ഭയങ്കര സ്റ്റോൺസ് അങ്ങനെയൊന്നും കൊടുക്കാതെ വളരെ സിമ്പിളായിട്ട്, പക്ഷെ കണ്ടു കഴിഞ്ഞാൽ ഒരു ക്ലാസിക് ലുക്ക് കാണും, അല്ലെങ്കിൽ ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ലുക്ക് കാണും. നമ്മൾ സ്ഥിരമായിട്ട് കാണുന്ന ഒരു ഹെയർ ബോയോ അങ്ങനെയല്ല, അതുകൊണ്ടാണ്. അത് കഴിഞ്ഞിട്ട് ഇതേ ഐസിങ് ഫ്ലവർ സെൻറ്ററിലേക്ക് 2 ലെയറും എടുക്കല്, 2 പീസ് അല്ലെങ്കിൽ ഒരു ലെയറിലേക്ക് കോർത്താൽ മതി. എന്നിട്ട് ഞാനൊരു ക്ലിപ്പ് സ്റ്റോൺ, ഒരു റെഡ് കളർ ക്ലിപ്പ് സ്റ്റോൺ കൊടുക്കുന്നു സെൻറ്ററിലേക്ക്. ഇത് ചെയ്യുന്നു. അതിനുശേഷം അതിന് തിരിച്ച് അതിലേക്ക് എടുത്ത് അകത്തൂടെ എടുത്ത് ഇതുപോലെ പുറത്തെടുക്കുക. എന്നിട്ട് പുറത്തേക്ക് ഇങ്ങനെ വലിച്ച് നമ്മളിങ്ങനെ എടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, അത് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഇടയിൽ ഗ്യാപ്പ് വരാത്ത രീതിയിൽ നല്ല ടൈറ്റായിട്ട് നമ്മൾ വലിച്ച് നല്ല സ്ട്രോങ് ആയിട്ട് അത് ഇരിക്കത്തക്ക രീതിയിൽ. അല്ലെങ്കിൽ അവിടെ നിന്ന് ലൂസായിട്ട് അതിങ്ങനെ ആ ക്ലിപ്പ് സ്റ്റോണൊക്കെ ഇങ്ങനെ ഇളകി വരത്തില്ല, പക്ഷേ ഇങ്ങനെ ലൂസായിട്ടിരിക്കും, അതുകൊണ്ടാണ്. എന്നിട്ട് അതിൻ്റെ സെൻറ്ററിലേക്ക് ഇതുപോലെ ഒരു സ്റ്റോൺ കൊടുക്കുന്നു, കണ്ടില്ലേ. ഇനി ഇതുപോലെ നമുക്ക് കുറച്ച് ആവശ്യമുണ്ട്. ഞാൻ സൈഡിൽ സെൻറ്ററിലേക്ക് ഗ്രീൻ ബീഡ്സ് കൊടുത്ത് സൈഡിൽ വൈറ്റും കൊടുത്തു. ഇനി ഞാൻ കുറച്ച് ഗോൾഡൻ ബീഡ്സും കൊടുത്തിട്ടുണ്ട് കേട്ടോ, കണ്ടല്ലോ. ഇതുപോലെ ഇതിൽ ഞാൻ ചിലത് കണ്ട ഗോൾഡൻ ബീഡ്സ് ഉണ്ട്, ചിലത് വൈറ്റ്, ഗോൾഡ്. അപ്പം ഇതുപോലെ നമുക്ക് ആവശ്യത്തിന് ചെയ്തെടുക്കുക, ഉണ്ടല്ലോ. ഇനി നമ്മൾ മെറ്റാലിക് ഫ്രെയിം എടുക്കുക. മെറ്റാലിക് ഫ്രെയിം എടുത്തതിന് ശേഷം അതിലേക്ക് ഇതിനെന്ത് ചെയ്യുക, അങ്ങ് ടൈ ചെയ്താൽ മാത്രം മതി. ഇനി വേറെ ഒന്നുമില്ല. നമ്മളിത് ഇത് ഇത്രയും ചെയ്തെടുക്കുന്ന കാര്യമേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ വളരെ സിമ്പിളാണ്. വയ്ക്കുക, ടൈ ചെയ്യുക. ടൈ ചെയ്യുമ്പോൾ നമ്മുടെ നമ്മൾ ഫ്ലവറില്ലേ, ആ ഫ്ലവറിനെയും കൂടെ ചുറ്റി ഒന്ന് ടൈ ചെയ്ത് കഴിഞ്ഞാൽ അത്രയും നല്ലത്. അതാകുമ്പോൾ അത് മൂവ് ആവാതെ ഇരിക്കും. മൂവ് ആവുകയെ ഒന്നുമില്ല. അതുകൊണ്ടാണ് നമ്മൾ ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ വയറെടുത്ത് കോർക്കുമ്പോൾ കുറച്ച് ലെങ്തിലെടുക്കുക. അപ്പോൾ നമുക്കിത് കഴിഞ്ഞിട്ട് ടൈ ചെയ്യാനുള്ള ഒരു ഇതും വേണം അതിന് വേണ്ടിയിട്ടാണ്. ടൈ ചെയ്ത് വരുമ്പോൾ ഒത്തിരി കൂടുതലാണെന്ന് പറയുമ്പോൾ കാണുകയാണെങ്കിൽ ബാലൻസ് കട്ട് ചെയ്യുക. നിങ്ങൾക്ക് ഇങ്ങനെ 2-3 പ്രാവശ്യം ടൈ ചെയ്ത് കഴിഞ്ഞാൽ നല്ല സ്ട്രോങ് ആയിട്ടിരിക്കും. അല്ല എങ്കിൽ എന്ത് ചെയ്യുക, കുറച്ച് കൂടുതലാണെന്ന് വന്നു കഴിഞ്ഞാൽ കട്ട് ചെയ്യുക. അടുത്തത് വെക്കുക. നമ്മളത് വെക്കുമ്പോൾ കറക്റ്റ് ഞാൻ പറയില്ലേ, ഐസിങ് ഫ്ലവറിൻ്റെ ആ ഒരു സൈഡിൽ കൂടെ ഇത് ട്വിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ടൈ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് നല്ല പെർഫെക്റ്റ് ആയിട്ട്, എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് മൂവ് ആവാതെ നല്ല ഒരേ ലെവലിൽ, കണ്ടില്ലേ. ഇതിപ്പോൾ ഒരു ഗ്യാപ്പ് അങ്ങനെ ഒന്നും വരത്തില്ല, നല്ല നീറ്റായിട്ട്. അതൊരു പ്രത്യേക ഒരു വെറൈറ്റിയാണ് കേട്ടോ. അങ്ങനെ ഒരു എപ്പോഴും നമ്മളിങ്ങനെ കാണുന്ന തരത്തിലുള്ള ഒരു ഹെയർ ബാൻഡൊന്നും അല്ല, വളരെ വെറൈറ്റി ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇനി ഇതുപോലെ തന്നെ ഓരോന്നോരോന്ന് നമ്മൾ ടൈ ചെയ്യുക. ഇത് പല രീതിയിലും പല വെറൈറ്റി ആയിട്ടും നമുക്ക് ചെയ്തെടുക്കാം കേട്ടോ, ഉണ്ടല്ലോ. അടുത്ത് വീണ്ടും ഇത് തന്നെയാണ്, ഈ വേറൊന്നുമില്ല. നമ്മൾ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ടൈ ചെയ്താൽ മാത്രം മതിയാവും. ഇതുപോലെ ഞാൻ പറഞ്ഞ പോലെ ആ ഐസിങ് ഫ്ലവറില്ലേ, അതിൻ്റെ സൈഡിലും കൂടെ ഇങ്ങനെ എടുത്ത് ഒന്ന് ടൈ ചെയ്യുക. ഞാനിവിടെ ആദ്യം ഒരു വൈറ്റ് ബീഡ്സിൻ്റെയാണ് കൊടുത്ത്, അടുത്ത് ഗോൾഡൻ ബീഡ്സിൻ്റെ കൊടുത്ത്, അടുത്ത് വൈറ്റ്, ഇങ്ങനെ മിക്സ് ചെയ്ത് ഡബിൾ കളറിൽ ചെയ്യും. ഞാൻ സൈഡിൽ വൈറ്റ് കൊടുത്ത് ബീഡ്സ് ഉള്ളതും ഉണ്ട്, കണ്ടില്ലേ. ഇതിപ്പോൾ വൈറ്റ് കൊടുത്ത് അടുത്തത് ഗോൾഡൻ ബീഡ്സ് ഉള്ളത് കൊടുത്ത്, ഇങ്ങനെ മാറ്റി മറിച്ചും ചെയ്യാം. അതൊരു പ്രത്യേക ഭംഗിയായിരിക്കും, അതുകൊണ്ട് ചെയ്തതേ ഉള്ളൂ. എനിക്കൊരു തീമായിരുന്നു, അതുകൊണ്ടാണ്. ശരിക്കും പറഞ്ഞത് എല്ലാം ഡിസംബറിൽ ചെയ്തതാണ്. എല്ലാം വീഡിയോ ആ സമയത്ത് അപ്ലോഡ് ചെയ്യാൻ പറ്റിയില്ല. പിന്നെ ഇത് നമുക്ക് എപ്പോഴും കോമൺ ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. നമ്മൾ കാണാത്ത ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു പീസാണ്, അതുകൊണ്ടാണ് ഇതിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്തത്. കാരണം ഈ ഗ്രീനിന് പകരം നിങ്ങൾക്ക് വേറെ കളർ ബീഡ്സ് ഉപയോഗിക്കണമെങ്കിൽ അത് ഉപയോഗിക്കാം. ആ സെൻറ്ററിലെ ക്ലിപ്പ് സ്റ്റോണോ ഒന്ന് മാറ്റി കൊടുത്താൽ മതിയാവും.
ഒരു പ്രത്യേക ഭംഗിയിലെ ആ ഗ്രീൻ ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ വന്നപ്പോൾ ഐസിങ് ഫ്ലവർ. ഇനി നമുക്ക് വേണമെങ്കിൽ ഐസിങ് ഫ്ലവറിൻ്റെ സൈഡിൽ ആ എഡ്ജിലില്ലേ കുറച്ച് സിൽവർ കളറിൻ്റെ ഒരു ഗ്ലിറ്ററോ എന്തെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചുകൂടെ, അല്ലെങ്കിൽ ഗോൾഡൻ കളറിൻ്റെ ഗ്ലിറ്ററോ എന്തെങ്കിലും കൊടുത്തു കഴിഞ്ഞാലും കുറച്ചുകൂടെ ബ്യൂട്ടിഫുൾ ആയിരിക്കും കേട്ടോ. കണ്ടില്ലേ, ഏകദേശം ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയിട്ട്. ഇനി നമ്മൾ ചെയ്യുമ്പോൾ ഇനി അവസാനം വരുമ്പോൾ നമ്മളിത് ഇത്രയും ചെയ്ത് കഴിഞ്ഞിട്ട് അവസാനം വരുമ്പോൾ ഒന്നുകൂടെ ശ്രദ്ധിക്കണം. ഇത് ലാസ്റ്റത്തെ ഞാനെടുത്ത് ടൈ ചെയ്യുകയാണ്. ലാസ്റ്റിട്ട് ടൈ ചെയ്തിട്ട് നമ്മുടെ ഈക്വൽ ആണോ എന്നെല്ലാം നോക്കണം. അതെല്ലാം കറക്റ്റായിട്ട് നമ്മൾ നോക്കുകയാണ് ചെയ്യാൻ. നമ്മളിപ്പോൾ ഒരു ഫ്ലവർ ഇങ്ങനെ സൈഡിൽ നിന്ന് വെച്ചിട്ട് വന്നു. അപ്പോൾ എഡ്ജ് വരുമ്പോൾ നമ്മൾ ലാസ്റ്റ് കണ്ടില്ലേ, എഡ്ജ് വരുമ്പോൾ ഒരു സൈഡിൽ നമ്മുടെ ബീഡ്സ് ഉണ്ട്, അടുത്ത സൈഡിൽ ഫ്ലവർ മാത്രമാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇത് നന്നായി ടൈ ചെയ്തതിന് ശേഷം ഞാൻ കാണിച്ചു തരാം അതെങ്ങനെയാണ് ഫിനിഷ് ചെയ്യേണ്ടതെന്ന്. നമ്മൾ അങ്ങനെ ചെയ്യുമ്പോഴാണ് ശരിക്കും പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ഫിനിഷിങ് വരുന്നത്. ഇതിപ്പം ഞാനങ്ങ് ലാസ്റ്റത്തേതെല്ലാം അങ്ങ് ടൈ ചെയ്ത് വെച്ചു. ടൈ ചെയ്തിട്ട് ഗ്യാപ്പൊന്നും ഒത്തിരി ഗ്യാപ്പൊന്നും ഇല്ലാത്ത രീതിയിൽ ഫിനിഷ് ചെയ്യുക. അപ്പോൾ അത് പ്രത്യേക ഭംഗിയായിട്ടിരിക്കും കേട്ടോ. കണ്ടല്ലോ. അതിനുശേഷം ഇതുപോലെ ഒരു 5 ബീഡ്സ് നമ്മൾ എടുത്തു. എന്നിട്ട് സെൻറ്ററിൽ ഒരു ഗോൾഡൻ ഒരു സ്റ്റോണും കൊടുത്തതിന് അത്രമാത്രം, നമ്മൾ ബാക്കി ഒന്നും ചെയ്തില്ല. അതിനെ വെറുതെ ഇങ്ങനെ ചെയ്തെടുക്കുക. എന്നിട്ട് ഇതുപോലെ ടൈ ചെയ്ത് കൊടുക്കുക എഡ്ജിൽ. അപ്പോൾ അത് കറക്റ്റ് 2 സൈഡും ഈക്വലായിട്ട് ഒരേ ഫിനിഷിങ്ങിലിരിക്കും. അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത് കേട്ടോ. കണ്ടല്ലോ. അല്ലാതെ നമുക്ക് ആ എഡ്ജിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. അവിടെ ഫ്ലവർ മാത്രം വരും, 2 സൈഡും ഡിഫറെൻ്റ് ആയിരിക്കും. ഒരു ഫിനിഷിങ്ങിന് വേണ്ടി അങ്ങനെയും ചെയ്തു. വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് സിമ്പിളായിട്ട്, സിമ്പിൾ ആൻഡ് എലഗൻ്റ് എന്ന് പറയാം, ചെയ്തതാണ്. ലാസ്റ്റ് എഡ്ജിലേക്ക് നമ്മുടെ എൻഡ് ടേപ്പും കൂടെ കൊടുത്ത് അതിനങ്ങ് ടൈ ചെയ്തെടുക്കുക. വളരെ സിമ്പിളായിട്ട് വളരെ ഈസിയുമാണിത് ഒക്കെ ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. ഇത് പല കളറിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ചോയ്സ് അനുസരിച്ച് നിങ്ങൾക്ക് കളർ മാറ്റി ചെയ്തെടുക്കാം. അപ്പോൾ എന്താ പറയുക, നോക്കി ഞാൻ പറഞ്ഞില്ലേ വളരെ സിമ്പിളാണ്. അത് കാണുമ്പോൾ ഒരു പ്രത്യേക ഒരു ഭംഗിയുണ്ട് അത് കാണാനായിട്ട്, അല്ലേ? അപ്പം നിങ്ങൾ എല്ലാവരും ചെയ്യാൻ ശ്രമിക്കണം. പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ.